ഹായ് ഹലോ. രാവിലെ അപ്പുക്കുട്ടനെ സ്കൂളിലൊക്കെ വിട്ടിട്ട് ഞാനിങ്ങനെ കുറച്ച് നേരം ടി വി കണ്ടുകൊണ്ടിരിക്കാൻ നേരത്താണ് ഇവർ രണ്ടുപേരും അകത്തേക്ക് കയറി വന്നത്. പുറത്ത് ഇനിയും ഉണ്ട്, പുറത്ത് ഭയങ്കര കലപില ശബ്ദത്തിൽ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഇവർ രണ്ടുപേരും മാത്രം അകത്തേക്ക് കയറി വന്നത്. ഞാനും പറത്തി വിടാനൊന്നും നിന്നില്ല, എവിടെ വരെ പോകുമെന്ന് നോക്കാനായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴും കയ്യിൽ ഫോൺ ഉണ്ടായതുകൊണ്ട് ഞാൻ വീഡിയോയും കൂടി എടുത്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ പുറത്തോട്ട് പോയേട്ടാ. പുറത്തോട്ട് പോയപ്പോഴത്തേക്ക് ആ സൈഡ് ഫുള്ള് അണ്ണാന്മാരും കുറേ ഉണ്ടായിരുന്നു. എൻ്റെ ശബ്ദം കേട്ടിട്ടാണെന്ന് തോന്നുന്നു കുറേയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടിപ്പോയി. എനിക്ക് തോന്നുന്നു ഒരു 3-4-5 6-7 ഉണ്ടായിരുന്നു അണ്ണാൻ. നോക്ക് മുകളിൽ താഴെ സൈഡിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കാൻ നേരത്താണ് ചേച്ചി വിളിച്ചത്. അവർക്കൊന്ന് പുറത്ത് പോകണമെന്ന് പറഞ്ഞിട്ട്. അവർക്ക് ഇതേപോലെ പുറത്ത് പോകണം, എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കാനുണ്ടെങ്കിൽ എന്നെ വിളിക്കും, ഞാനാണ് കൊണ്ടുപോകണത്. കാരണം അവൾക്ക് വണ്ടി ഓടിക്കാൻ അറിയത്തില്ല. ഞാൻ എപ്പോഴും പറയും അറ്റ്ലീസ്റ്റ് 2 വീലറെങ്കിലും ഓടിച്ച് പഠിക്ക്. കാരണം അവളെന്നല്ല, നമ്മൾ ഗേൾസ് ഡ്രൈവിങ് പഠിക്കുന്നത് നല്ലതാണ്, അറ്റ്ലീസ്റ്റ് 2 വീലറെങ്കിലും. കാരണം ആരെയും ഡിപ്പെൻഡ് ചെയ്യണ്ടല്ലോ. അങ്ങനെ പരവൂർ വന്നിട്ട് നല്ല മലക്കറി ഉണ്ടായിരുന്നു, അതൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ ഇതാ സ്നാക്സ് മേടിക്കാൻ കയറി. ഞാൻ അവിടെ നിന്ന് പുറത്ത് വന്നു, കാരണം അകത്ത് നിന്നാൽ എന്തെങ്കിലും കഴിക്കാൻ തോന്നും. കുറച്ച് ഡയറ്റിലാണേ, അതുകൊണ്ട് ഞാനിങ്ങ് പുറത്ത് വന്നു വായി നോക്കിക്കൊണ്ട് നിന്ന്. അതിനുശേഷം എന്താ കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവൾക്ക് ബാങ്കിൽ പോകണമായിരുന്നു. എന്നിട്ട് അവളെ ഞാൻ ബാങ്കിലാക്കിയിട്ട് ഞാൻ പുറത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. എന്നിട്ട് അവളെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് എനിക്കിത് ഇവിടെ വന്നാൽ ചക്ക, മാങ്ങ, തേങ്ങ, പഴം അങ്ങനെ പല നാടൻ ഐറ്റംസും കിട്ടും കേട്ടോ. അവൾക്കൊരു ഉപകാരം ചെയ്യുമ്പോൾ ഇങ്ങോട്ട് ചെറിയ ചെറിയ ഉപഹാരങ്ങൾ ഞാൻ വേണ്ടെന്നൊന്നും പറയത്തില്ല, ഞാൻ മേടിച്ചോണ്ട് വരും. പിന്നെ ഇതാ വരുന്ന വഴിക്ക് കുറച്ച് പ്രോട്ടീൻസ് നമുക്ക് ചിക്കനൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഒരു വണ്ടി നിറയെ സാധനമായിട്ട് ഞാൻ വീട്ടിലേക്ക് വന്നേട്ടാ. ഈ ടാറ്റ പറയുന്നുണ്ട്, വീഡിയോ തീരുന്നില്ല, കുറച്ചുകൂടി ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ വയനയിലേപ്പം ഉണ്ടാക്കുക. അപ്പുക്കുട്ടൻ സ്കൂളിൽ പോയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു തിരിച്ച് വരുമ്പം എനിക്ക് ഈവനിങ്ങിൽ ഇത് ഉണ്ടാക്കി വെക്കണമെന്ന്. അങ്ങനെ ഞാൻ അതൊക്കെ സെറ്റാക്കി വെച്ചിട്ട് അപ്പുക്കുട്ടനെ വിളിക്കാൻ പോകാനുള്ള സമയമായി. അങ്ങനെ അതാ മോൻ വന്നു. ഇന്ന് അവൻ കുറച്ച് ഹാപ്പിയാണ്, എന്നത്തെയും പോലെ അല്ല. എന്നും ഒരുപോലെ ആയിരിക്കത്തില്ലല്ലോ പിള്ളേർ, പല പല മൂഡല്ലേ അവർക്ക്. അപ്പോൾ അവൻ എന്താ ഓടിക്കളിക്കാണ്. ഇവിടുന്ന് വണ്ടിയൊന്നും വരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കളിക്കാനായിട്ട് വിട്ടു കൊടുത്ത്. ഇല്ലെങ്കിൽ ഒരു സൈഡിൽ കൂടി പോവും, വണ്ടി വന്നാലും അവ ഒതുങ്ങി നിൽക്കും. അങ്ങനെ അതാ വീട്ടിൽ വന്നിട്ട് ഞാൻ പാല് അടുപ്പിൽ വെച്ച് ചായയൊക്കെ ഇടാനും അവന് പാല് കാച്ചാനൊക്കെ ആയിട്ട് എന്നിട്ട് എല്ലാം സെറ്റാക്കിയിട്ട് അവന് കൊണ്ട് കൊടുക്കണം. ഇതൊക്കെ കഴിച്ച് കുറച്ച് നേരം അവൻ റെസ്റ്റ് എടുത്തിട്ട് ട്യൂഷന് പോകാനുള്ളതാണ്. അപ്പം എന്താ വയനയിലേപ്പവും ചായയും പാലൊക്കെ ആയിട്ട് ഞാനും മോനും കൂടി ഇരുന്ന് കുടിക്കുകയും ടി വി കാണുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും സജഷൻസ് പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ ബൈ, ടേക്ക് കെയർ.